Good morning, sir. Morning, Angela. Morning, viewers. സർ ആദ്യം തന്നെ യു എസിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്നലെ ഡൗ ജോൺസ് സൂചികയ്ക്ക് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 41,733.97 എന്ന നിലവാരം ഉയർന്നിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നതും ഒരു 0.5% നേട്ടത്തിലാണ്. അതേസമയം നാസ്ഡാക്ക് കോമ്പോസിറ്റിലേക്ക് എത്തുമ്പോഴേക്കും കഴിഞ്ഞ ദിവസത്തിൽ നിന്നൊരു നേരിയ തോതിലുള്ളൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 0.5% ഇടിവിലാണ് നാസ്ഡാക്ക് കോമ്പോസിറ്റ് സൂചികയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 500 എത്തുമ്പോൾ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ FOMC യോഗം ആരംഭിക്കുകയാണ്. നാളെ FOMCയുടെ തീരുമാനങ്ങളൊക്കെ അറിയാം. ഏതായാലും ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് നിക്ഷേപകരെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ സൂചികകളിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇന്നലെ നമുക്ക് 4ാമത്തെ ദിവസമായിരുന്നു തുടർച്ചയായിട്ട് നേട്ടം കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ആഴ്ച നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഒരു മേജർ സപ്പോർട്ട് ലെവൽ ഫോം ചെയ്യുക 40,000 പോയിന്റിലായിരുന്നു. ആൻഡ് നേരത്തെ അല്ല സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിച്ചു. ഇതിനെ തുടർന്ന് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. അടുത്ത മേജർ ഒരു 2 ടാർഗറ്റ് നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണുന്നത്. ആദ്യത്തെ 42,300, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ ടാർഗറ്റ് 43,000 പോയിന്റിലും ആയിരിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ ഒരു നേരിയ തോതിൽ ഒരു എസ്പെഷ്യലി ഏർലി മോർണിംഗ് നമുക്കൊരു വീക്ക് ക്ലോസ് ആണെങ്കിൽ പോലും ക്ലോസിംഗ് ടൈം ആകുമ്പോഴേക്കും നമ്മൾ കണ്ടിരുന്ന ആ ഒരു ഏർലി മോർണിംഗ് നഷ്ടം ഒക്കെ തന്നെ നികത്താൻ സാധിച്ചിരുന്നു. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വളരെ ലോ റിസ്ക് ആയിട്ട് വീണ്ടും ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഈ അടുത്ത 3-4 ട്രേഡിംഗ് സെഷൻസിൽ ഒത്തിരി നേട്ടം കിട്ടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന് ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 19,550, അതിനെ തുടർന്ന് 19,800, അതിനുശേഷം 20,000 പോയിന്റ് ആയിരിക്കും. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുകയാണെങ്കിൽ പ്രത്യേകിച്ചും ക്രൂഡിലേക്ക് എത്തുമ്പോഴേക്കും ആഗോളതലത്തിലുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ക്രൂഡ് വിപണിക്ക് അനുകൂലമാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. WTI ക്രൂഡും ബ്രെന്റ് ക്രൂഡും ഏകദേശം 0.5% നേട്ടത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. WTIയിലേക്ക് എത്തുമ്പോൾ 0.5% നേട്ടത്തിൽ $69.42 എന്നൊരു നിലയിലും, ബ്രെന്റിലേക്ക് എത്തുമ്പോഴേക്കും 0.5% അടുത്ത നേട്ടത്തിൽ $73.06 എന്നൊരു നിലയിലുമാണ് ക്രൂഡിൽ ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ക്രൂഡിൽ നമുക്കൊരു ബെയറിഷ് ട്രെൻഡ് ആയിരുന്നു കണ്ടത്. ആ ട്രെൻഡിൽ നിന്നൊരു റിക്കവറി ആണോ കാണാൻ സാധിക്കുന്നത്? അല്ല, ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു റിക്കവറി കാണാൻ സാധിച്ചു. ബട്ട് ഇത് ഒരിക്കലും ഒരു ട്രെൻഡ് റിവേഴ്സൽ ആയിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തില്ല. ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തന്നെ തുടരുന്നു. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി ഈസ് ഓൺലി ഷോർട്ട് കവറിങ്. WTI ക്രൂഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും 3 മേജർ റെസിസ്റ്റൻസസ് കാണുന്നത്. ആദ്യത്തെ $72, അതിനുശേഷം $73, അതിനുശേഷം $74. എനിക്ക് തോന്നുന്നില്ല ഈ $74-75 റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. ഗോൾഡ് ഫ്യൂച്ചേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കാണാം. എന്നിരുന്നാൽ പോലും $2,600 ട്രോയ് ഔൺസിന് $2,600 എന്നൊരു നില മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഗോൾഡിനെ സംബന്ധിച്ചിട്ടും സാധിക്കുന്നുണ്ട്. നിലവിൽ 0.05% ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ട്രോയ് ഔൺസിന് 2,607.75 എന്ന നിലയിലാണ് ഗോൾഡ് ഫ്യൂച്ചേഴ്സിൽ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഗോൾഡ് ഫ്യൂച്ചേഴ്സിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? ഗോൾഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് സ്വർണം ഇന്നലെ വീണ്ടും ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈലായിരുന്നു വ്യാപാരം നടത്തിയത്. ബട്ട് എങ്കിലും നമുക്ക് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. നമ്മൾ പർട്ടിക്കുലർലി ഒരു ട്രേഡിങ്ങിന് വേണ്ടി ഒരു പുതിയ ലോങ് പൊസിഷൻ എടുത്തിരുന്നെങ്കിൽ നമ്മൾ $2,590 ലെവലിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നലെയും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടൊരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. 25,445.7 എന്നൊരു നിലവാരമായിരുന്നു പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് ത്രൂ ഔട്ട് ദ ഡേ ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് പോവുകയും 25,400 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യുന്നൊരു വിപണിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും വളരെ ഫ്ലാറ്റായി 25,383.7
75 എന്ന നിലയിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ താങ്കൾ ഫോക്കസിൽ വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. 25,200 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഷോർട്ട് ടേമിൽ നമുക്കൊരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 25,450 പോയിന്റിലായിരിക്കും അടുത്ത മേജർ സപ്പോർട്ട്. റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അടുത്ത ലെവല് 25,600 പോയിന്റ്. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി നോക്കുകയാണ്. ഒരു പക്ഷേ ഇന്നലത്തെ ഒരു പെർഫോമൻസിലെ ഇൻഡെക്സുകളിൽ മികച്ച പ്രകടനം നടത്തിയ സൂചികകളിലൊന്നാണ് നിഫ്റ്റി ബാങ്ക് എന്ന് പറയുന്നത്. മികച്ചതായിട്ട് 52,000 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റി ബാങ്കിനും സാധിച്ചിട്ടുണ്ടായിരുന്നു. 52,153.15 എന്ന നിലയിൽ ഏകദേശം 0.4% നേട്ടത്തിലാണ് നിഫ്റ്റി ബാങ്കും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡേ ഹൈയിലേക്ക് എത്തുമ്പോൾ 52,208.7 ഡേ ലോയിലേക്ക് പരിശോധിക്കുമ്പോൾ 51,921.45 എന്നൊരു നിലയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചും ഇന്നലെ ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഓഹരികളിലെല്ലാം തന്നെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന 51,400 പോയിന്റ് ആയിരുന്നു മേജർ റെസിസ്റ്റൻസ്. അത് കഴിഞ്ഞ ആഴ്ച അവസാനത്തോടു കൂടി ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു. അതിനെ തുടർന്ന് അണ്ടർടോൺ വളരെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 52,800, അതിനെ തുടർന്ന് 53,000 പോയിന്റിലും ആയിരിക്കും. ഇന്നലത്തെ വ്യാപാരത്തിൽ നമ്മൾ നോക്കുമ്പോഴേക്കും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് ഏറ്റവും അധികം താങ്ങ് നൽകിയത് ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് ആയിരുന്നു. HDFC ബാങ്കിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1680. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടും. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമുക്ക് നല്ലൊരു നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ഇത്രയും ഒരു ബാങ്കിങ് മേഖലയിൽ ഒരു ബുള്ളിഷ്നെസ് കാണുന്നുണ്ടെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ലാർജ് പബ്ലിക് സെക്ടർ ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ തന്നെ ബെയറിഷ്നെസ്സും വീക്ക്നെസ്സും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും അധികം വീക്ക്നെസ് അറ്റ് ദ മൊമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 758 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 2 മേജർ റെസിസ്റ്റൻസസ് ആണ് കാണുന്നത്. ആദ്യത്തെ 800 രൂപ, 800ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 825 രൂപ. സർ, അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് എത്തുകയാണെങ്കിൽ മെഡ് പ്ലസ് ഹെൽത്ത് സർവീസുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു ടേക്കാണ് ചോദിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്നലെ ഏകദേശം 2.5% ഇടിവിലായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാർട്ട് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിലും സെപ്റ്റംബർ 6 ശേഷം അല്ലെങ്കിൽ സെപ്റ്റംബർ 6 നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയതിന് ശേഷം തുടർച്ചയായിട്ട് ഇങ്ങോട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം ഒരാഴ്ചയിലധികമായിട്ട് ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ ഒരു ഓഹരിയിൽ നമുക്ക് കാണുന്നുണ്ട്. മെഡ് പ്ലസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മെഡ് പ്ലസിന്റെ കേസിൽ ഒരു നല്ലൊരു റിക്കവറി നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടന്നു വരുന്നത്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ ഒരു സ്റ്റോക്കിലെ പ്രോഫിറ്റ് ടേക്കിംഗിന്റെ അവസാനത്തെ ഫേസിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും 675, 685 ആ റേഞ്ചിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. ഇതൊരു മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ളൊരു കാര്യം മറക്കരുത്. ഇതിനോടൊപ്പം തന്നെ ഫാർമ മേഖലയിൽ നിന്ന് തന്നെയുള്ള സെനിറ്റ് ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ട് സെനിറ്റ് ഡ്രഗ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 4% നേട്ടത്തിലാണ് സെനിറ്റ് ഡ്രഗ്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 139.5 എന്ന നിലയിൽ. സെനിറ്റ് ഡ്രഗ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സെനറ്റ് ഡ്രഗ്സ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ മാർച്ച് മാസത്തിലായിരുന്നു. അതിനുശേഷം ഏപ്രിൽ മാസം വരെ ഈ സ്റ്റോക്കിൽ ഒരു നല്ല സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഏപ്രിൽ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്ക് വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിലായിരുന്നു നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയത്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 142, അതിനെ തുടർന്ന് 152. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 162, 172.
സാർ ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് ബജാജ് ഹൗസിംഗ് ഇന്നലെ ലിസ്റ്റ് ചെയ്ത ബജാജ് ഹൗസിംഗ് ഫിനാൻസുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരി ഹോൾഡ് ചെയ്യാമോ അതോ ഇപ്പോഴത്തെ ഈ ഒരു ഹൈ ലെവൽസിൽ തന്നെ എക്സിറ്റ് ചെയ്യണമോ എന്നതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ കേസിൽ ഇപ്പോൾ ഒരു അഭിപ്രായം ചാർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്നലെ ആയിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് മൈ ഗസ് ഇസ് ഇത് നമ്മൾ ലോങ് ടേമിന് വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാം. താമസിക്കാതെ തന്നെ നാച്ചുറലി ഈ ഒരു സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കും. ബട്ട് ഇത് ഈ സ്റ്റോക്കിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ട് നമ്മൾ മറക്കാത്തത് ഓൾറെഡി ഇന്നലത്തെ ലിസ്റ്റിംഗിനെ തുടർന്ന് ഈ കമ്പനി ഇന്ത്യയിലുള്ള 68ാമത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. സോ ദ മാർക്കറ്റ് ക്യാപ് ഇസ് വെരി വെരി ഹ്യൂജ്. ഇതൊരു ലാർജ് ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ളൊരു കാര്യം മറക്കരുത്. ആൻഡ് നമ്മൾ ബജാജ് ഗ്രൂപ്പിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഓട്ടോ, ബജാജ് ഫൈനാൻസ്, ബജാജ് ഫിൻസർവ്, ബജാജ് കൺസ്യൂമർ, ബജാജ് ഇലക്ട്രിക്കൽസ് മുതലായ എല്ലാ ബജാജ് സ്റ്റോക്സും നമുക്ക് ലോങ് ടേമിൽ നല്ല നേട്ടം നൽകിയൊരു സ്റ്റോക്കാണ്. സോ നമ്മൾ ഷോർട്ട് ടേമിന് വേണ്ടി അല്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂ ടു ഹോൾഡ് ഓൺ ടു ദ ഷെയർ. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. തോമസ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലായിരുന്നു ടാറ്റ മോട്ടോഴ്സ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 988.45 എന്ന നിലയിൽ ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ടാറ്റ മോട്ടോഴ്സിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന് 945 രൂപയിൽ നല്ലൊരു സബ് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. അവിടെ ആയിരിക്കാം നമ്മൾ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിലായിരിക്കാം നമ്മൾ ലോങ് പൊസിഷൻ സ്റ്റോപ്പ് ലോസ് ചെയ്യേണ്ടത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ബുള്ളിഷ് ട്രിഗറായിട്ട് കാണാൻ സാധിക്കുന്നത് 1020 രൂപ. സർ മറ്റൊരു പ്രേക്ഷകൻ സാറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജസ്വിൻ എന്ന പ്രേക്ഷകരാണ് ചോദിച്ചിരിക്കുന്നത്. സ്മോൾ ക്യാപ് സ്പേസിൽ പറ്റിയ ഓഹരി ഇന്നലെ 1% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാറ്റ് ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സാറ്റ് ഇൻഡസ്ട്രീസ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് വീക്ക്നെസ് ഒന്നും ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 125 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 145, 148 ഈ ഒരു റേഞ്ചിലായിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ RVNL-മായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ദിലീപ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 2% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. RVNL-ൽ ഇനി പ്രധാനമായിട്ടും ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? RVNL-ന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ഫ്ലാറ്റ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 585 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ലെറ്റ് us വെയിറ്റ്. മറ്റൊരു പ്രേക്ഷകൻ IRFC-യുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. IRFC ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 1.5% ഇടിവിലായിരുന്നു. 164.19 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? IRFC-യുടെ കേസിൽ ലോങ് ടേം ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം വീക്ക് ആൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 158 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 185 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഒന്നിലധികം പ്രേക്ഷകർ ICICI ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്ന ഓഹരി കൂടിയാണ് ICICI ബാങ്ക്. ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ICICI ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ച ഈ സ്റ്റോക്ക് ഒരു പുതിയ ഓൾ ടൈം റെക്കോർഡ് ഹൈ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്ക് ചുരുങ്ങിയ ഒരു 150 മുതൽ 250 രൂപയുടെ നേട്ടം കൂടെ എക്സ്പെക്ട് ചെയ്യാം ഓവർ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ടു ഫ്യൂ മന്ത്സ്. മറ്റൊരു പ്രേക്ഷകൻ ഗോയൽ അലൂമിനിയം ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഓഹരിയാണ് ഇത്. കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗോയൽ അലൂമിനിയത്തിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗോയൽ അലുമിനിയത്തിൽ കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാനില്ല.
ഈ സ്റ്റോക്കിൽ ഒത്തിരി മാനിപ്പുലേഷൻ നടക്കുന്ന ഒരു ഫീൽ എനിക്ക് ഈ സ്റ്റോക്ക് സ്റ്റാർട്ട് പഠിക്കുമ്പോഴേക്കും കാണാൻ സാധിക്കുന്നത്. ഇത്തരം സ്റ്റോക്സിൽ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കൈവശം പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. ഷക്കീസ് എന്ന പ്രേക്ഷകൻ ഹാവൽസ് ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെപ്റ്റംബർ 13 പുതിയൊരു 52 വീക്ക് ഹൈയും ഈ ഒരു ഓഹരി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാവൽസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഹാവൽസിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ഒരു പ്രോബ്ലം അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ഒരേ ഒരു സ്മോൾ ഇഷ്യൂ കാണുന്നത് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് ഒരു ശക്തമായിട്ടൊരു ബുള്ളിഷ് മൊമെന്റം കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സ്മോൾ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. 2040 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബുള്ളിഷ് മൊമെന്റവും ഈ ഷോർട്ട് ടേമിൽ തന്നെ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രേക്ഷകൻ ബജാജ് ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരുപക്ഷെ നിഫ്റ്റിയെ ഡ്രാഗ് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ചൊരു കമ്പനി കൂടിയ ഓഹരി കൂടിയാണ് ബജാജ് ഫിനാൻസ്. ഏകദേശം 3% ഇടിവിലാണ് ബജാജ് ഫിനാൻസ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബജാജ് ഫിനാൻസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരുപക്ഷെ ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ IPOന്റെ ഒരു എക്സ്പെക്ടേഷനിലായിരിക്കണം കഴിഞ്ഞ 3 ആഴ്ചക്കിടെ നമുക്ക് വലിയൊരു നേട്ടം നൽകിയ സ്റ്റോക്ക് ആയിരുന്നു ബജാജ് ഫിനാൻസ്. ബട്ട് ഇന്നലെ നമുക്ക് ഈ സ്റ്റോക്കിലെ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് അതിനെ തുടർന്ന് ഷോർട്ട് ടേമിൽ നമുക്കൊരു വീക്ക്നെസ് പ്രതീക്ഷിക്കാം. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 7290 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഒന്നിലധികം പ്രേക്ഷകർ ജുപ്പിറ്റർ വാഗൺസുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 2% ഇടിവിലായിരുന്നു ജുപ്പിറ്റർ വാഗൺ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ജുപ്പിറ്റർ വാഗൺസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ഒരു അല്പം വീക്കായിട്ടാണ് കാണുന്നത്. ഈ ഒരു വീക്ക്നെസ് മാറി തിരിച്ചൊരു ബുള്ളിഷ് മോഡിലോട്ട് പോകണമെങ്കിൽ സ്റ്റോക്ക് 580 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ഐനോക്സ് വിൻഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഐനോക്സ് വിൻഡിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം ടേക്ക് എന്താണ്? ഐനോക്സ് വിൻഡിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇതിന്റെ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് എനിക്ക് കാണാൻ സാധിക്കുന്നത് 265 രൂപയല്ല, 265ന്റെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 275 രൂപയിലായിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ ആക്സിസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1% നേട്ടത്തിലായിരുന്നു ആക്സിസ് ബാങ്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1230.35 എന്ന നിലയിൽ. ആക്സിസ് ബാങ്കിൽ ഇനി പ്രധാനമായിട്ട് ഫോക്കസിൽ വെക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഇന്നലെ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഏറ്റവും അധികം താങ്ങ് നൽകിയത് ICICI ബാങ്കും ആക്സിസ് ബാങ്കും തന്നെയായിരുന്നു. സോ ആക്സിസ് ബാങ്കിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിലെ 3 മേജർ റെസിസ്റ്റൻസസ് കാണുന്നത്. ആദ്യത്തെ 1260, 1280, അതിനുശേഷം ഈ സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈ 1340 രൂപയാണ്. മറ്റൊരു പ്രേക്ഷകൻ BSE ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വന്ന ഓഹരി കൂടിയാണ് BSE. BSEയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അനില പറഞ്ഞത് വളരെ ശരിയായിരുന്നു. ഇന്നലെ വ്യാപാരത്തിലെ വൺ ഓഫ് ദ സ്റ്റാർ പെർഫോമേഴ്സ് BSE ലിമിറ്റഡ് തന്നെയായിരുന്നു. ആൻഡ് ഓൾമോസ്റ്റ് നമുക്കൊരു 17-18% നേട്ടമായിരുന്നു നൽകിയത്. ആ ഒരു നേട്ടത്തിനെ തുടർന്ന് സ്റ്റോക്ക് ഇന്നലെ ഒരു ഓൾ ടൈം ഹൈ ലെവലിലാണ് ക്ലോസ് ചെയ്തത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇന്ന് ഒരുപക്ഷെ ഈ സ്റ്റോക്ക് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് എനിക്ക് തോന്നുന്നില്ല ഒരു വിധത്തിലും ലോങ് ടേം ട്രെൻഡിനെ ബാധിക്കുമെന്ന്. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അവോയ്ഡ് ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ സെയിലുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സെയിൽ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം 0.5% നേട്ടത്തിലായിരുന്നു. സെയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് അല്പം പ്രോഫിറ്റ് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് 143 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കത്തുള്ളൂ. സോ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ കൈവശം ഉണ്ടെങ്കിൽ 124 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക.
മറ്റൊരു പ്രേക്ഷകൻ NMDCയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അമീർ എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 0.5% ഇടിവിലായിരുന്നു NMDC ക്ലോസ് ചെയ്തിരിക്കുന്നത്. NMDCയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NMDC ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന് 2 മേജർ റെസിസ്റ്റൻസസ് കാണുന്നത്. ആദ്യത്തെ 230 രൂപ, അതിനെ തുടർന്ന് 240 രൂപ. ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 204 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ പാരാമൗണ്ട് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. പാരാ കേബിൾസ് ഇന്നലെ 0.5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാരാ കേബിൾസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ പാരാ കേബിൾസിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ഒരേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 2-3 റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 105, 110, 120. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ABB ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1% നേട്ടത്തിലായിരുന്നു ABB ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ABBയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ABBയെ ഞാൻ ഒരു ബ്ലൂ ചിപ്പ് കമ്പനി സ്റ്റോക്കായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ആൻഡ് ഈ സ്റ്റോക്ക് ജൂൺ മാസത്തിന് ശേഷം നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടൊരു സ്റ്റോക്കാണ് ABB. ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കിന്റെ ആ ഒരു കറക്റ്റ് ഫേസ് അവസാനിച്ചു. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 8000 രൂപ. 8000ന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി മാറും. 8000ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത റെസിസ്റ്റൻസ് 8400, 8800, 9300. ABBയോട് ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റു 2 സ്റ്റോക്സ് സിമിലർ സെറ്റപ്പ് ഉള്ളത്. ഒന്ന് വന്നിട്ട് സീമെൻസ് ഇന്ത്യയുടെ കേസിൽ നമ്മൾ 6900 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കേണ്ടത്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 7250, അതിനെ തുടർന്ന് 7600, അതിനെ തുടർന്ന് 8000 രൂപ. ആൻഡ് മൂന്നാമത്തെ ഒരു സ്റ്റോക്ക് അഗെയിൻ സിമിലർ പാറ്റേൺ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് കമിൻസ് ഇന്ത്യയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 3950. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 4150, 4250. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായി ജുബീലിയൻ ഇൻഗ്രീവിയ ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള കുറി കൂടി വന്നിട്ടുണ്ട്. സന്തോഷ് എന്ന പ്രേക്ഷകരാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജുബീലിയൻ ഇൻഗ്രീവിയയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ജുബിലന്റ് ഇൻഗ്രീവ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ അടുത്ത മേജർ ടാർഗറ്റ്സ് 2. ആദ്യത്തെ 805, അതിനെ തുടർന്ന് 835 രൂപ. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ ഒരു സ്റ്റോക്ക് 835 രൂപയുടെ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 835ന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2021 നമുക്ക് നൽകിയ ഓൾ ടൈം ഹൈ ലെവലാണ്. മൈ എക്സ്പെക്ടേഷൻ ആ ഓൾ ടൈം ഹൈ ലെവല് തന്നെ ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യും. യെസ്, താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചത് വളരെയധികം നന്ദിയുണ്ട്. നിരവധി ക്വയറീസാണ് എത്തുന്നത്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.